ഹായ് ഫ്രണ്ട്സ്, സൂഷസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം എൻ്റെ അടുത്ത വീട് രണ്ടാമത്തെ വീട്ടിലെ ഒരു കിണറിൽ അത് 2 ദിവസം മുമ്പ് അവർ ഇറച്ചു. വെള്ളമില്ലാത്തത് കാരണം ഒരല്പം വെള്ളം ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ഭാഗം മണ്ണാണ് കാണുന്നത്. വലിയ തൊടിയൊന്നുമില്ല, വലിയ കിണറൊന്നുമല്ല, ഒരു കുഞ്ഞി കിണറാണ്. അതിനകത്തൊരു പൂച്ച, ഒരു തെരുവ് പൂച്ചയാണ്, ആരുടെയും വളർത്തുന്നതൊന്നുമല്ല. വീണിട്ടുന്നൊരു 5 ദിവസമായി. ഞാനിത് അറിഞ്ഞില്ല. 5ാമത്തെ ദിവസം ഇന്നാണ് രാവിലെ എൻ്റെ ഹസ്ബൻഡിനെ അടുത്ത വീട്ടുകാർ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതിനെ രക്ഷിക്കാൻ മാക്സിമം ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. സഹായം തേടിയിട്ട് ഫയർഫോഴ്സൊന്നും പൂച്ചയെ എടുക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വ്യക്തിപരമായി പരിചയമുള്ള കിണറ്റിലിറങ്ങുന്ന കുറേ പേരെ വിളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ പൂച്ചയ്ക്ക് ഉടമസ്ഥനില്ല, ആ പൂച്ച കിടക്കുന്ന വീട്ടുകാർക്ക് താല്പര്യവുമില്ല അതിനെടുക്കാൻ. അപ്പം അവർ കുട്ടയൊക്കെ കെട്ടി ഇറക്കി എന്ന് പറയുന്നു, പക്ഷെ അത് കയറുന്നില്ല. അതൊരു തൊടിയിലിരിക്കുവാണ്, തൊടിയിൽ കൂടെ ഇങ്ങനെ റൗണ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതാകെ ഭയന്നിട്ടാണുള്ളത്. അപ്പോൾ 5 ദിവസമായി ഫുഡും വെള്ളവും ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ കുട്ടയിൽ ഫുഡൊക്കെ വെച്ച് കെട്ടി ഇറക്കി, പക്ഷെ അത് ഫുഡൊന്നും കഴിക്കുന്നില്ല, കുട്ടയിലും കയറുന്നില്ല. അങ്ങനെ ഒരു ചാക്ക് കെട്ടി ഇറക്കി, അതിലൊന്നും ഉടക്കി വരുന്നില്ല. പുള്ളി പേടിച്ചിട്ട് ഈ തൊടിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇറങ്ങിയാൽ മാത്രമേ അതിനെ പിടിക്കാൻ പറ്റൂ. കാരണം രക്ഷപ്പെടണമെന്നുള്ള ഒരു പൂച്ചയായിരുന്നുവെങ്കിൽ ഉറപ്പായും അതിൽ കയറി വരുമായിരുന്നു. അപ്പോൾ ആരും സഹായിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു ആപത്തിൽ അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കേണ്ട ഒരു സമയത്ത് പോലും മനുഷ്യൻ പണം 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ മുഖങ്ങളെ കുറേ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ 2-3 പേരെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് ഞങ്ങൾക്കൊരു 100 അല്ലെങ്കിൽ ഒരു 200, മാക്സിമം 300, അത്രയും ഞങ്ങൾക്കൊണ്ട് പറ്റുമായിട്ടല്ല, അതിനെ രക്ഷിക്കണമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതൊന്നും പോരാ, 500 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങൂ, അതിനെ എടുക്കൂ എന്നൊക്കെ വാശി പിടിക്കുന്ന വേറെ അന്യരൊന്നുമല്ല, എൻ്റെ ഒരു സഹോദരൻ തന്നെയാണ് മുറയ്ക്ക്. അങ്ങനെയുള്ള ഒരവസ്ഥ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് പേരക്കുട്ടി വീണു കിണറ്റിൽ, നമ്മൾ 500 രൂപ തന്നാലേ ഞാൻ ഇറങ്ങൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും നിൽക്കുമോ? ഇല്ല. അപ്പം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മൃഗം വീണു, നമ്മളങ്ങനെ നിൽക്കുമോ? ഇല്ല. ഒരു ആക്സിഡൻറ്റ് റോഡിൽ പറ്റുമ്പോൾ ആരെല്ലാം ഓടി വരുന്നു, രക്ഷിക്കുന്നു. അതൊക്കെയാണ് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എല്ലാത്തിനും പണത്തിൻ്റെ കണക്ക് പറഞ്ഞ് ബന്ധങ്ങൾ ഒന്നും നോക്കാതെ ജീവിക്കുന്ന, പണത്തിന് മാത്രം ഇങ്ങനെ അത്ര പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സത്യം ഞാൻ പറയാം, ജീവിതത്തിൽ അവരൊരിക്കലും രക്ഷപ്പെട്ടില്ല. ആ പണം കൊണ്ട് അവർ എവിടെയും എത്തില്ല. ഇതെൻ്റെ അനുഭവം, ഞാൻ കണ്ടിട്ടുള്ള. നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ നോക്കൂ, അത് ഒരിക്കലും അവർ രക്ഷപ്പെട്ടില്ല. മനുഷ്യത്വം ഇല്ലാതെ ജീവിക്കുന്നവർ ഒരിടത്തും എത്തത്തില്ല. അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. ഇപ്പോൾ ഒരു കൂടപ്പിറപ്പായാൽ പോലും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്താൽ പോലും അതിന് പൈസ കൂലി വാങ്ങിക്കൊണ്ട് പോകുന്ന ബന്ധുക്കളെയാണ് ഞാൻ ഈ അടുത്തിടെയല്ല ഞാൻ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു സഹോദരങ്ങളെന്നുള്ള നിലയ്ക്കൊന്നും വന്ന് സഹായിക്കുന്നവരൊക്കെ വളരെ വിരളമാണ്. ഇപ്പോൾ ഉള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊരു ബിഗ് സല്യൂട്ട്. സഹോദരങ്ങൾ എല്ലാ ആപത്തിലും ഓടി വരുന്നവരുണ്ട്. പക്ഷേ അതിനെ ഇതുവരെ കരയ്ക്ക് കയറ്റാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ഒരു കുട്ട ഞങ്ങളതിൽ കെട്ടി ഇറക്കിയിട്ടുണ്ട്. മറ്റൊരു റോപ്പിൽ ഒരു പ്ലാസ്റ്റിക് ചാക്കും. ഫയർഫോഴ്സുകാർ പറഞ്ഞത് അങ്ങനെയാണ്, ഇത് രണ്ടും കെട്ടി ഇറക്കിയിട്ടിട്ട് നിങ്ങൾ മാറി നിന്നാൽ മതി, അത് കയറി വരുമെന്ന്. പക്ഷേ ഇതുവരെ അത് കയറിയിട്ടില്ല. നാളെ ആകുമ്പോൾ അത് 6 ദിവസമാവും. അപ്പോൾ ശരിക്കും വിഷമം തോന്നുന്നു. സത്യം, നമ്മളൊക്കെ പെണ്ണുങ്ങളായിപ്പോയി. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആണുങ്ങളായിരുന്നുവെങ്കിൽ നമുക്ക് ഇറങ്ങി രക്ഷപ്പെടുത്താം. നമുക്കൊന്നും ചെയ്യാൻ ഇതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഈ സ്ഥലം മുട്ടക്കേടാണ്, കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിനടുത്താണ്. ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൂടെ കൊടുത്തേക്കാം. ആരെങ്കിലും അതിനെ ഒന്ന് രക്ഷിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെക്കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് അതിനെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആര് വന്നാലും എനിക്കൊരു മാക്സിമം ഉണ്ടായിട്ടുമല്ല, ഞാനൊരു 300 രൂപ എന്നെക്കൊണ്ട് കൊടുക്കാൻ പറ്റൂ. 500 1000 ഒന്നും എനിക്ക് കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അതിനെ ഒന്ന് രക്ഷിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. കാരണം അവർ വളരെ കഷ്ടപ്പെട്ട്, പാവങ്ങളാണ്, ഇല്ലാത്ത പൈസ കൊടുത്ത് അവർ കിണർ ഇറച്ചതാണ്. അവിടെ ഒരു പൂച്ച വീണ് അതിൻ്റെ അകത്ത് ചത്തുപോയാൽ വീണ്ടും അവർക്ക് കിണർ ഇറക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഫയർഫോഴ്സ് ഒരു മനുഷ്യനാണെങ്കിൽ ഓടി വരും, പക്ഷേ പൂച്ചയായതുകൊണ്ട് വരുന്നില്ല. പക്ഷേ ആ വെള്ളം ഒരു മനുഷ്യൻ ഉപയോഗിക്കേണ്ടതാണ് എന്ന് അവർ ഒട്ടും ഓർക്കുന്നില്ല. അപ്പോൾ ഫയർഫോഴ്സുകാരുടെയൊക്കെ ധർമ്മം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും മനുഷ്യന് പോലും വിലയില്ലാത്ത കാര്യം നാട്ടിൽ പൂച്ചയ്ക്ക് എന്ത് വില?
ഒരു വിലയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യത്വമുള്ള കുറച്ച് പേരെങ്കിലും ഈ നാട്ടിലുണ്ട്, മനുഷ്യത്വം മരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.